നമുക്ക് ഇന്നത്തെ ലെക്ചറിൽ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നോക്കാം. സ്പേസ് കോംപ്ലക്സിറ്റി മെഷേഴ്സ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മെമ്മറി ദാറ്റ് ആൻ അൽഗോരിതം നീഡ്സ് ടു റൺ അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇൻപുട്ട് സൈസ്. ഒരു അൽഗോരിതം എടുക്കുന്ന മെമ്മറിയെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്പേസ് കോംപ്ലക്സിറ്റി. മെമ്മറിയെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇൻപുട്ട് സൈസ്. ഇൻപുട്ട് ലെങ്തിനനുസരിച്ചാണ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റിയെ റെപ്രസെന്റ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം ഒരു ഇൻപുട്ട് എടുക്കുന്നു, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഒരു അറേ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അന്നേരം അറേയുടെ സ്പേസ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ കൺസിഡർ ചെയ്യണോ? നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നോർമലി നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു അൽഗോരിതം ഇൻപുട്ട് കൂടാണ്ട് എടുക്കുന്ന എക്സ്ട്രാ സ്പേസിനെയാണ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ സോൾവ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ARR എന്ന് പറഞ്ഞ ഒരു അറേയെയും അതിന്റെ ലെങ്തിനെയുമാണ് ഇൻപുട്ട് ആയിട്ട് മേടിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ റിമൈനിങ് കോഡ് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഈ അറേയിൽ നമ്മൾ എന്തോ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയും അത് കഴിഞ്ഞ് ഔട്ട്പുട്ട് തരും എന്നാണ്. ഈ റിമൈനിങ് കോഡിൽ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. S=0 S=0 എന്ന് പറഞ്ഞ് നമ്മളൊരു വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വേരിയബിൾസ് എപ്പോഴും ഓർഡർ ഓഫ് 1 സ്പേസ് ആയിരിക്കും എടുക്കുക. ഇപ്പം അൽഗോരിതത്തിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എത്രയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർഡർ ഓഫ് 1 ആയിരിക്കും. കാരണം നമ്മൾ ഈ കോഡിൽ വേരിയബിൾസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ അറേ കൂടാണ്ട് എക്സ്ട്രാ സ്പേസ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആയിരിക്കും. ഇനി ആ റിമൈനിങ് കോഡിൽ നിങ്ങൾക്ക് ഒരു അറേ ഓഫ് ലെങ്ത് n യൂസ് ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിച്ചോ. അന്നേരം സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിരിക്കും. കാരണം അറേയുടെ ലെങ്തിനനുസരിച്ച് ഈ അറേ എല്ലിന്റെ ലെങ്തും ചേഞ്ച് ആവും. ഈ അറേ എല്ല് നമ്മൾ അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ സ്പേസ് ആണ്. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിരിക്കും. ഇനി നമ്മൾ ഒരു അറേ എൽ ഓഫ് ലെങ്ത് 26 ആ യൂസ് ചെയ്തതെന്ന് വിചാരിച്ചോ. അന്നേരം സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയുടെ ലെങ്ത് n-നനുസരിച്ച് ഇവിടെയുള്ള അറേ എല്ലിന്റെ ലെങ്ത് മാറുന്നില്ല. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. ഇനി ഡിക്ഷണറി ഓഫ് സൈസ് 26 ആണല്ലോ. അറേയുടെ ലെങ്ത് n-നനുസരിച്ച് ഡിക്ഷണറിയുടെ ലെങ്ത് മാറുന്നില്ല. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. ഇനി ഡിക്ഷണറി ഓഫ് സൈസ് n ആണെങ്കിലോ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിരിക്കും. കാരണം അറേയുടെ ലെങ്തിനനുസരിച്ച് ഡിക്ഷണറിയുടെ സൈസും മാറുന്നുണ്ട്.